എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. കേരളത്തിലും ജോലി ഒഴിവുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഓർ ഇലക്ട്രിക്കൽ ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമും കൂടാതെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് RBI.org.in ആണ്. അപേക്ഷിക്കാനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20 ആണ്. വേക്കൻസി നോക്കാം. വേക്കൻസി വരുന്നത് സോൺ ബേസ്ഡ് ആണ്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, സെൻട്രൽ സോൺ അനുസരിച്ചാണ് വേക്കൻസി ഉള്ളത്. കേരളം വരുന്നത് സൗത്ത് സോണിലാണ്. SC ST OBC കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട്. OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ക്രിമിലിയർ ആണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടായിരിക്കും കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ക്രിമിലിയർ ആണെന്നുണ്ടെങ്കിലേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ SC ST OBC കാറ്റഗറിക്ക് വേക്കൻസി ഇല്ലാത്ത പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ റിസർവേഷൻ കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം. 20 മുതൽ 30 വയസ്സ് വരെയാണ്. കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും 10 വയസ്സിൻ്റെ ഏജിൽ ഇളവുണ്ട്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം 3 ഇയർ ഡിപ്ലോമയാണ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 65% മാർക്കുണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 55% മാർക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് വിത്ത് 55% മാർക്ക്. SC ST ആണെങ്കിൽ 45% മാർക്കാണ് വേണ്ടത്. ഇതാണ് സിവിൽ എഞ്ചിനീയറുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഒന്നുകിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് 65% മാർക്കുണ്ടായിരിക്കണം. SC ST കാറ്റഗറി ആണെങ്കിൽ 50% മാർക്കുണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ ഡിഗ്രിയാണ് വേണ്ടത് ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് വിത്ത് 50% മാർക്കുണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 45% മാർക്കുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഈ 2 പോസ്റ്റിലേക്കും അതാത് ഡിസിപ്ലിൻസിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. സിവിൽ ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഡിഗ്രി ഹോൾഡേഴ്സിന് അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഡിഗ്രി ഹോൾഡേഴ്സിന് 1 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഓൺലൈൻ എക്സാം വരുന്നത് 300 മാർക്കിനാണ്. എക്സാം ഡേറ്റ് ഫെബ്രുവരി 8 ആണ്. എക്സാമിന് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 മാർക്കിന്, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ പേപ്പർ 1 100 മാർക്കിന്, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ പേപ്പർ 2 100 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 മാർക്കിന്. അങ്ങനെ ആകെ 300 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓരോ പേപ്പറിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. സൗത്ത് സോണിൽ വരുന്നത് കന്നഡ, തമിഴ്, മലയാളമാണ്. അപ്പോൾ മലയാളം ലാംഗ്വേജിൻ്റെ ആയിരിക്കും ടെസ്റ്റ് വരുന്നത്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് ബേസിക് പേ വരുന്നത് 33,900 രൂപയാണ്. പിന്നീട് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് 80,236 രൂപ വരെ കിട്ടാവുന്നതാണ്.
നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. കൂടാതെ എല്ലാ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ജോലി വരുന്നത് എവിടെയാണെന്ന് നോക്കാം. സൗത്ത് സോണിൽ വരുന്നത് ബാംഗ്ലൂർ, കൊച്ചി, ചെന്നൈ, തിരുവനന്തപുരമാണ്. അപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി, EWS കാറ്റഗറിക്ക് 450 രൂപയാണ്. ഇനി SC/ST കാറ്റഗറിക്ക് 50 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കാനായിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാമിൻ്റെ കോൾ ലെറ്ററൊക്കെ തന്നെ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് rbi.org.in ആണ്. ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിന് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകേണ്ടതാണ്. അതായത് ഏജ്, ക്വാളിഫിക്കേഷൻ, കാറ്റഗറി അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ SC/ST OBC കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോഴത്തേക്കും കോൾ ലെറ്ററും കൂടാതെ നിങ്ങളൊരു ഫോട്ടോ ID പ്രൂഫും കൊണ്ടുപോകേണ്ടതാണ്. ID പ്രൂഫിൻ്റെ കോപ്പിയും കൊണ്ടുപോകണം, ഒറിജിനലും കൊണ്ടുപോകേണ്ടതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സിഗ്നേച്ചർ, ഫോട്ടോ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റൈറ്റിംഗ് ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ്. നിങ്ങളുടെ പേരെഴുതുക. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. ഇതാണ് മാറ്റർ. ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. തസ്തികയുടെ പേര് ജൂനിയർ എഞ്ചിനീയർ ആണ്. സിവിലും ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.